നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ചൂരിയിലെ മദ്രസ അധ്യാപകൻ റിയാസ് മൗലവിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് മാർച്ച് 7 മാറ്റി. ജഡ്ജിന്റെ അസൗകര്യം മൂലമാണ് തീയതി മാറ്റിയത്. എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം 1ാം ഘട്ടം നാടിന് സമർപ്പിച്ചു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 1 വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് പൊതുപരീക്ഷകൾക്ക് തുടക്കമാകും. 1ഉം 2ഉം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 1-ന് ആരംഭിച്ച് 26-ന് അവസാനിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പകർപ്പെടുത്തതിൽ അഴിമതി നടന്നതായി ആരോപണം. മധൂർ പഞ്ചായത്തിൽ വിജിലൻസ് പരിശോധന. തൃക്കരിപ്പൂർ ഒളിയൻകടവ് ഗ്രാമത്തിൽ 40 പ്രൈമറി വിദ്യാർത്ഥികൾ ഓക്കിനോവോ ഷോട്ടോക്കാൻ കരാട്ടെ യെല്ലോ ബെൽറ്റ് നേടി. കളർ ബെൽറ്റ് ടെസ്റ്റ് ഒളവറ മുണ്ടിക്കാവ് നടന്നു. സംസ്ഥാനത്തെ ഇറച്ചിക്കോഴി വില കുത്തനെ കൂടി. 1 മാസം കൊണ്ട് കിലോയ്ക്ക് 50 രൂപയിലധികമാണ് വർദ്ധിച്ചത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ചൂരയിലെ മദ്രസ അധ്യാപകൻ റിയാസ് മൗലവിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് മാർച്ച് 7 മാറ്റി. ജഡ്ജിന്റെ അസൗകര്യം മൂലമാണ് തീയതി മാറ്റിയത്. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 3 ജഡ്ജി KK ബാലകൃഷ്ണനാണ് വിധി പറയുക. പ്രമാദമായ റിയാസ് മൗലവി കൊലക്കേസിൽ വിധി പറയുന്നത് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മാർച്ച് 7 മാറ്റി. ജഡ്ജിന്റെ അസൗകര്യം മൂലമാണ് തീയതി മാറ്റിയത്. 2017 മാർച്ച് 20-ന് പുലർച്ചെയാണ് കുടക് സ്വദേശിയായ മുഹമ്മദ് റിയാസ് മൗലവിയെ പള്ളിയിലെ താമസ സ്ഥലത്ത് അതിക്രമിച്ച് കടന്ന് കൊലപ്പെടുത്തിയത്. കേസിൽ RSS പ്രവർത്തകരായ കേളുഗുഡയിലെ അജേഷ് എന്ന അപ്പു, നിതിൻ കുമാർ, കേളുഗുഡെ ഗംഗൈ റോഡിലെ അഖിലേഷ് എന്ന അഖിൽ എന്നിവരാണ് പ്രതികൾ. ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതികൾ 7 വർഷക്കാലമായി ജയിലിൽ തന്നെയാണ്. സാമുദായിക സംഘർഷം സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ തെളിവ് സഹിതം വ്യക്തമാക്കിയിരുന്നു. അന്നത്തെ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ഡോക്ടർ A ശ്രീനിവാസന്റെ മേൽനോട്ടത്തിൽ കോസ്റ്റൽ CI സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് റിയാസ് മൗലവി വധക്കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 90 ദിവസത്തിനകം തന്നെ അന്വേഷണം പൂർത്തിയാക്കിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കൃത്യം നടന്ന 3 ദിവസത്തിനകം തന്നെ അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയിരുന്നു. DNA പരിശോധനാ ഫലമടക്കം 50-ലേറെ രേഖകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസിന്റെ വിചാരണ വേളയിൽ 97 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 215 രേഖകളും 45 തൊണ്ടിമുതലുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചത്. 2019-ലാണ് കേസിന്റെ വിചാരണ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം 1ാം ഘട്ടം നാടിന് സമർപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യം വെച്ച് കാസർഗോഡ് ജില്ലയിലെ മുളിയാർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം പദ്ധതിയുടെ പൂർത്തിയാക്കിയ 1ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു. CH കുഞ്ഞമ്പു MLA അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ മാതൃകാ പദ്ധതിയായി സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്തതാണ് എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരോട് LDF സർക്കാർ എന്നും അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും സ്നേഹഗ്രാമം അതിലെ നാഴികക്കല്ലാണെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക്, കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോളജി ബ്ലോക്ക് എന്നിവയാണ് പുനരധിവാസ ഗ്രാമ പദ്ധതിയിൽ 1ാം ഘട്ടത്തിൽ തുറന്നത്. 2022 മെയ്യിൽ നിർമ്മാണത്തിന് തുടക്കമിട്ട പുനരധിവാസ ഗ്രാമം പദ്ധതിക്ക് 4,89,52,829 രൂപയുടെ ഭരണാനുമതിയും 4,45,00,000 രൂപയുടെ സാങ്കേതികാനുമതിയും നേരത്തെ ലഭ്യമാക്കിയിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഏകദേശം 58 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് പുനരധിവാസ ഗ്രാമത്തിന്റെ പ്രവൃത്തിക്കായി നീക്കിവെച്ചത്. 25 ഏക്കർ സ്ഥലവും ഇതിനായി ലഭ്യമാക്കി. ഇതിലെ ആദ്യഘട്ടമാണ് ഹൈഡ്രോതെറാപ്പി, ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക് എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി, E ചന്ദ്രശേഖരൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർ H ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് പൊതുപരീക്ഷകൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. 1ഉം 2ഉം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 1-ന് ആരംഭിച്ച് 26-ന് അവസാനിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. SSLC പരീക്ഷ മാർച്ച് 4-നാണ് ആരംഭിക്കുക. മാർച്ച് 1 വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് പൊതുപരീക്ഷകൾക്ക് തുടക്കമാകും.
ഒന്നും രണ്ടും വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 1-ന് ആരംഭിച്ച് 26-ന് അവസാനിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. രണ്ടാം വർഷ NSQF വൊക്കേഷണൽ പ്രായോഗിക പരീക്ഷയും ഒന്നാം വർഷ NSQF പ്രായോഗിക പരീക്ഷയും വ്യാഴാഴ്ച അവസാനിച്ചു. രണ്ടാം വർഷ നോൺ വൊക്കേഷണൽ പ്രായോഗിക പരീക്ഷ ഈ മാസം 16-ന് പൂർത്തിയാക്കിയിരുന്നു. SSLC പരീക്ഷ മാർച്ച് 4-നാണ് ആരംഭിക്കുക. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് മേഖലകളിലെ 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി റെഗുലർ വിഭാഗത്തിൽ 4,27,105 വിദ്യാർത്ഥികളാണ് ഇക്കൊല്ലം SSLC പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറി ഒന്നാം വർഷം 4,14,159 വിദ്യാർത്ഥികളും രണ്ടാം വർഷം 4,41,213 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും. ആകെ 8,55,372 വിദ്യാർത്ഥികൾ. ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായി 2017 പരീക്ഷാ കേന്ദ്രങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം ഏപ്രിൽ 1 മുതൽ ആരംഭിക്കും. SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മെയ് 2-ാം വാരം പ്രസിദ്ധീകരിക്കുന്ന തരത്തിലാണ് വകുപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. NDA കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നിലവിൽ വന്നു. കാസർഗോഡ് താളിപ്പടുപ്പിൽ ഗോൾഡൻ ടവറിലാണ് ഓഫീസ് ആരംഭിച്ചത്. പത്മശ്രീ സത്യനാരായണ ബളേരി ഉദ്ഘാടനം ചെയ്തു. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ NDA കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നിലവിൽ വന്നു. കാസർഗോഡ് താളിപ്പടുപ്പിൽ ഗോൾഡൻ ടവറിലാണ് ഓഫീസ് ആരംഭിച്ചത്. പത്മശ്രീ സത്യനാരായണ ബളേരി ഉദ്ഘാടനം ചെയ്തു. NDA ചെയർമാൻ രവീശ തന്ത്രി കുണ്ടാർ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറിമാരായ K രഞ്ജിത്ത്, അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ദേശീയ കൗൺസിൽ അംഗങ്ങളായ പ്രമീള C നായക്, M സഞ്ജീവ ഷെട്ടി, സംസ്ഥാന സമിതി അംഗങ്ങളായ K മനോജ് കുമാർ, അഡ്വക്കേറ്റ് V ബാലകൃഷ്ണ ഷെട്ടി, അഡ്വക്കേറ്റ് KK ശ്രീധരൻ, ഉത്തരമേഖല ജനറൽ സെക്രട്ടറി P സുരേഷ് കുമാർ ഷെട്ടി, RLJP ജില്ലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ വാഴുന്നോറടി എന്നിവർ സംസാരിച്ചു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ്. കാരണം എല്ലായിടത്തും ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ളത് അടുത്ത തവണ നരേന്ദ്രമോദി സർക്കാരാണ് വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ളത്. അപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള ഒരു സർക്കാരിനെ പിന്താങ്ങുന്ന ഒരു സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ കാസർഗോഡിൻ്റെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ സാധിക്കും. നരേന്ദ്രമോദി സർക്കാർ ധാരാളം വികസന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് ആക്കൂട്ടാൻ ഇവിടുത്തെ NDAയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതായിരിക്കും ഉചിതമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇത്തവണ NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും. NDAയുടെ പ്രവർത്തകരെല്ലാവരും ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സജ്ജമായിരിക്കുകയാണ്. അതിൻ്റെ പ്രചരണം കാര്യങ്ങളൊക്കെ ഇതിനകം തന്നെ നടന്നു വരുന്നുണ്ട്. നല്ല ആവേശത്തിലാണ് ഈ ലോക്സഭക്കകത്തുള്ള NDAയുടെ പ്രവർത്തകർ. NDA കൺവീനർ ഗണേഷ് പാറക്കട്ട സ്വാഗതവും BJP ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പകർപ്പെടുത്തതിൽ അഴിമതി നടന്നതായി ആരോപിച്ച് മധൂർ പഞ്ചായത്തിൽ വിജിലൻസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തി. കാസർഗോഡ് വിജിലൻസ് DYSP V ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. പഞ്ചായത്ത് സെക്രട്ടറി ക്വട്ടേഷൻ നടപടികൾ പാലിക്കാതെയും അധിക തുക അനുവദിച്ച് നൽകിയും വോട്ടർ പട്ടികയുടെ പകർപ്പ് വാങ്ങിച്ച് സാമ്പത്തിക തിരിമറി നടത്തിയതായി അന്വേഷണത്തിൽ വ്യക്തമായതായും തദ്ദേശ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും വോട്ടേഴ്സ് പട്ടിക ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത വകയിലാണ് തട്ടിപ്പ് നടന്നതെന്നും വിജിലൻസ് സംഘം സൂചിപ്പിച്ചു. 39 ബൂത്തുകളിലായി 2 ഭാഷകളിലായി 50 വീതം കോപ്പികളാണ് പ്രിന്റ് എടുത്തതെന്നാണ് സെക്രട്ടറി അന്ന് വിശദീകരിച്ചിരുന്നത്. പ്രിന്റ് എടുത്ത വകയിൽ 6.17 ലക്ഷം രൂപ കരാറുകാരന് കൈമാറി. 50,000 രൂപ താഴെ മാത്രം ചിലവ് വരുന്നിടത്താണ് 8.09 ലക്ഷം രൂപയുടെ ബില്ല് സമർപ്പിച്ച് പണം തട്ടുവാൻ നീക്കം നടന്നതെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചിരുന്നു. തൊടുപുഴ ഉൾപ്പെടെ 2 ഇടങ്ങളിലായി പ്രിന്റ് ചെയ്തതായി രേഖകൾ ഉണ്ടാക്കി പണം കൈമാറിയതായി അന്വേഷണത്തിൽ വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണമാണ് വിജിലൻസ് നടത്തിയത്. ഇതേ വിഷയത്തിൽ ക്രമക്കേട് ആരോപിച്ച LDF അംഗങ്ങൾക്ക് പുറമെ UDF അംഗങ്ങളും പ്രതിഷേധ സമരം നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ പരിശോധനയുണ്ടാകുമെന്നും കൂടുതൽ അന്വേഷണത്തിനായി സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുമെന്നും വിജിലൻസ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
സംസ്ഥാനത്തെ ഇറച്ചിക്കോഴി വില കുത്തനെ കൂടി. ഒരു മാസം കൊണ്ട് കിലോയ്ക്ക് 50 രൂപയിലധികമാണ് കൂടിയത്. ചൂട് കൂടുകയും ഉൽപാദനം കുറയുകയും ചെയ്തതാണ് ഇറച്ചിക്കോഴി വില കൂടുവാൻ കാരണം. ചൂട് കൂടുകയും ഉൽപാദനം കുറയുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് കോഴിയിറച്ചി വില കുത്തനെ കൂടി. ഒരു മാസം കൊണ്ട് കിലോയ്ക്ക് 50 രൂപയിലധികമാണ് കൂടിയത്. ഒരു മാസം മുൻപ് കിലോയ്ക്ക് 180 രൂപയായിരുന്ന ചിക്കന് ഇപ്പോൾ വില 240 ആണ്. വില കൂടിയതോടെ കടകളിൽ ഇറച്ചി വിൽപ്പന കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. കനത്ത ചൂടിൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോവുകയും ഉള്ളവയ്ക്ക് തൂക്കം കുറയുകയും ചെയ്യുന്നതോടെ ഫാം ഉടമകൾ ഉൽപാദനം കുറച്ചു. വെള്ളത്തിനടക്കം ചെലവ് കൂടുമെന്നതുകൊണ്ടും പല ഫാമുകളും വിൽപ്പന നടത്തുന്ന കോഴികളുടെ എണ്ണം പകുതിയോളം കുറച്ചിട്ടുണ്ട്. എന്നാൽ അവസരം മുതലെടുത്ത് ഇതര സംസ്ഥാന ലോബി കൃത്രിമ ക്ഷാമമുണ്ടാക്കുന്നതും വില കൂടാൻ കാരണമായെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഉൽപാദനം കൂടിയില്ലെങ്കിൽ ഇറച്ചിവില ഇനിയും കൂടാനാണ് സാധ്യത. വരാനിരിക്കുന്ന റംസാൻ കാലത്തെയും ഇത് ബാധിക്കുമെന്നുറപ്പാണ്. പച്ചക്കറി വിലയും മത്സ്യവിലയും വർദ്ധിക്കുമ്പോൾ ഇറച്ചിക്കോഴിയുടെ വില കൂടി കുതിച്ചുയർന്നത് സാധാരണക്കാരുടെ ജീവിത ചിലവുകളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഒളവറ ഒളിയങ്കടവ് ഗ്രാമത്തിൽ 40 പ്രൈമറി വിദ്യാർത്ഥികൾ ഒക്കിനോവോ ഷോട്ടോക്കാൻ കരാട്ടെ യെല്ലോ ബെൽറ്റ് നേടി. ഒളിയങ്കടവ് പി കോരൻ മാസ്റ്റർ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ 6 മാസമായി നടന്നുവരുന്ന ഒക്കിനോവ ഷോട്ടോക്കാൻ കരാട്ടെ പരിശീലനത്തിൽ കളർ ബെൽറ്റ് ടെസ്റ്റ് ഒളവറ മുണ്ടേക്കാവ് വൈഷ്ണവം ഓഡിറ്റോറിയത്തിൽ നടന്നു. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളാണ് ഉളിയംകടവ് ഗ്രാമത്തിൽ സ്വയം പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ഷോട്ടോക്കാൻ കരാട്ടെ പരിശീലനത്തിന്റെ ആദ്യ കടമ്പ കടന്നത്. ഒളവറ മുണ്ടേക്കാവ് വൈഷ്ണവം ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ചടങ്ങ് കേരള വനിതാ ഫുട്ബോൾ മുൻ നായികയും പരിശീലകയുമായ സുബിത പൂവട്ട ഉദ്ഘാടനം ചെയ്തു. ഈ സർട്ടിഫിക്കറ്റ് ഇപ്പം കിട്ടിയാൽ അത് വീട്ടിൽ വെച്ചിട്ട് അവിടെ ഒരു പെട്ടിക്കകത്ത് അടിച്ചു വെക്കാനുള്ളതല്ല, പാരൻസിനോട് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കഴിവ് കുട്ടികൾക്ക്, ഇത് ചെറിയ പ്രായമാണ് കുട്ടികളുടെ, ഇനിയും ഈ കഴിവ് നമ്മൾക്ക് ഇനി ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്. ഇത് ഒളവറ ഗ്രാമത്തിൽ വെച്ചോ അല്ലെങ്കിൽ കേരളത്തിൽ വെച്ചോ ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യയിലെ വേൾഡ് തലങ്ങളിലെ കുട്ടികളെ അറിയപ്പെടേണ്ടതായിട്ടുണ്ട്. ഗ്രന്ഥാലയം പ്രസിഡന്റ് KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. യെല്ലോ ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം ഒക്കിനോവ ഷോട്ടോക്കാൻ കരാട്ടെ ഇന്ത്യൻ ചീഫ് ഇൻസ്ട്രക്ടർ K രാമകൃഷ്ണൻ നിർവഹിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി P രാജീവൻ, ഗ്രന്ഥശാല സംഘം താലൂക്ക് ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ, പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ VK രതീശൻ, ഹീറോസ് ക്ലബ്ബ് പ്രസിഡന്റ് K അർജുനൻ എന്നിവർ സംസാരിച്ചു. ഒക്കിനോവ ഷോട്ടോക്കാൻ കാസർഗോഡ് ജില്ലാ ചീഫ് TV സുരേഷ് ഗുരുക്കളുടെ നേതൃത്വത്തിലാണ് 6 മാസമായി കരാട്ടെ പരിശീലനം നടത്തിയത്. യെല്ലോ ബെൽറ്റ് ടെസ്റ്റ് സീനിയർ കരാട്ടെ ഇൻസ്ട്രക്ടർ PV ലക്ഷ്മണൻ, K വിനോദ് കുമാർ, C ദേവരാജൻ എന്നിവർ നിയന്ത്രിച്ചു. ഉറുമിസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് കൂഡ്ലു ഏരിയാക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്ര പരിധിയിൽ നിലകൊള്ളുന്ന ചൌക്കി കാവിൽ ഭണ്ഡാരവീട് തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. കൂഡ്ലു എരിയാക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്ര പരിധിയിൽ നിലകൊള്ളുന്ന കാവിൽ ഭണ്ണാരവീട് തറവാട്ടിൽ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് തുടക്കമായി. വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം, നാഗതമ്പിലം ചടങ്ങുകളും തുടർന്ന് ഭക്തിയുടെ നിറവിൽ കലവറ നിറയ്ക്കൽ ചടങ്ങും നടന്നു. കലവറ വിഭവങ്ങളുമായി നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. വൈകുന്നേരം 6 മണിക്ക് എരിയാക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ശ്രീ വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ ഭണ്ണാരം എഴുന്നള്ളിക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. മാർച്ച് 1 പുലർച്ചെ 2 മണിക്ക് കൊറത്തിയമ്മയുടെ കോലം പ്രസാദ വിതരണം, 5 മണിക്ക് പുതിയ ഭഗവതി അമ്മയുടെ പുറപ്പാട്, വൈകുന്നേരം 4 മണിക്ക് കാർന്നോൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, രാത്രി 11 മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, മാർച്ച് 3 രാവിലെ 10 കണ്ടനാർ കേളം തെയ്യത്തിന്റെ പുറപ്പാട്, വൈകുന്നേരം 4 മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാട്, ചൂട്ടൊപ്പിക്കൽ തുടങ്ങിയ വിവിധ ചടങ്ങുകളും നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എടനീർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ പഠനോത്സവത്തിന്റെ ഭാഗമായി യക്ഷഗാന അരങ്ങേറ്റം നടന്നു. ഹൈസ്കൂൾ UP വിഭാഗം കുട്ടികൾ യക്ഷഗാന കളരിയിൽ പങ്കെടുത്ത് പരിശീലനം നേടിയാണ് അരങ്ങേറ്റം നടത്തിയത്.
എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജിയുടെ സാന്നിധ്യത്തിലാണ് കുട്ടികളുടെ അരങ്ങേറ്റം നടന്നത്. സുദർശന ഗർവഭംഗ എന്ന സന്ദർഭമാണ് യക്ഷഗാന അവതരണത്തിനായി കുട്ടികൾ തിരഞ്ഞെടുത്തത്. ചടങ്ങിൽ സ്വാമിജീസ് ഹെഡ്മിസ്ട്രസ് ജ്യോതിലക്ഷ്മി ടീച്ചർ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ഗണേഷ് ഭട്ട് നന്ദിയും പറഞ്ഞു. വെങ്കടകൃഷ്ണ ഭട്ട്, റാംമോഹൻ യു, ചന്ദ്രിക എം, അനുരൂപ് CP എന്നിവർ ആശംസകൾ നേർന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീച TM യക്ഷഗാനം അവതരിപ്പിച്ച വിദ്യാർത്ഥികളായ കാർത്തിക് K, കാർത്തിക്, പൂജ P, പ്രശൂൺ K, നികിത CH, മിഥുൻ കുമാർ C, ജ്ഞാനേഷ് PS, സൃജൻ K, അർച്ചന, ആരുഷി S യാദവ്, തനുഷ് K എന്നിവരെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ദേളി HNC ഹോസ്പിറ്റൽ സൗജന്യ ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്റീഷ്യൻ മെഡിക്കൽ ക്യാമ്പും 2ാം വാർഷികാഘോഷ ഉദ്ഘാടനവും നടന്നു. HNC ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ മധുസൂദനൻ M ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ദേളിയിലെ HNC ഹോസ്പിറ്റലിൽ സൗജന്യ ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്റീഷ്യൻ മെഡിക്കൽ ക്യാമ്പും 2ാം വാർഷികാഘോഷ ഉദ്ഘാടനവും നടന്നു. ബുധനാഴ്ച രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ കൺസൾട്ടേഷന് പുറമെ പിന്നീടുള്ള തുടർ ചികിത്സയ്ക്ക് 30% വരെ ഡിസ്കൗണ്ടും, ഡയറ്റീഷ്യൻ ക്യാമ്പിൽ പങ്കെടുത്ത ആദ്യത്തെ 25 പേർക്ക് 30% ഇളവോടുകൂടി 2 മാസം ഡയറ്റ് പ്ലാനുകളും ആശുപത്രി നൽകി. ലബോറട്ടറി 25%, എക്സ്റേ 25%, സർജറി 25% ഡിസ്കൗണ്ടുകളും ലഭ്യമായിരുന്നു. യാത്രാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഫിസിയോതെറാപ്പി രോഗികൾക്ക് സൗജന്യ വാഹന സൗകര്യവും ഒരുക്കിയിരുന്നു. ഹിജാമ കപ്പിംഗ് തെറാപ്പി, ഹോം കെയർ സൗകര്യം എന്നിവയും ഉണ്ടായിരുന്നു. ഫിസിയോതെറാപ്പി മെഡിക്കൽ ക്യാമ്പിന് PT നയനാകൃഷ്ണൻ AR നേതൃത്വം നൽകി. കാസർഗോഡ് HNC ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പി വിഭാഗം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 2 വർഷമാവുകയാണ്. നമ്മളുടെ ഫിസിയോതെറാപ്പി പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഈ ഹോസ്പിറ്റലിൽ നടന്നു പോകുന്നത്. ഒരുപാട് ആൾക്കാർ അറിഞ്ഞും കേട്ടും നമ്മുടെ അടുത്ത് ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഇന്നൊരു ക്യാമ്പ് നടത്തുകയാണ്. അപ്പോൾ ഈ ക്യാമ്പിനോടനുബന്ധിച്ച് തുടർ ചികിത്സയ്ക്ക് 30% ചികിത്സ ഇളവോടുകൂടി തുടർ ചികിത്സ നൽകുന്നുണ്ട്. യാത്രാക്ലേശം അനുഭവിക്കുന്ന രോഗികൾക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായി അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇനിയുള്ള മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് യാത്രാ സൗകര്യം ചെയ്തു കൊടുക്കാൻ HNC ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഒരുക്കമാണ്. അതിനോടൊപ്പം ഹോം കെയർ ഫിസിയോതെറാപ്പി സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. കൂടാതെ കപ്പിംഗ് തെറാപ്പി, അതായത് ഹിജാമ പോലുള്ള കപ്പിംഗ് തെറാപ്പികൾ ഇനി മുതൽ തുടങ്ങുന്നതായിരിക്കും. PT റുക്കിയത്ത് ഷബ്നം ഇസ്ഹാഖ് സൗജന്യ ഡയറ്റീഷ്യൻ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ദേളി HNCയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ മധുസൂദനൻ M പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയിൽ HNC ഹോസ്പിറ്റൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇത് രോഗം വരാതിരിക്കാനും രോഗം വന്നു കഴിഞ്ഞാൽ മാറുന്നതിനും ഏറെ ഫലപ്രദമാണ്. ജീവിതം തന്നെ തീർന്നുപോയി എന്ന് ആശങ്കപ്പെട്ട് വേദനയോടെ ജീവിതകാലം മുഴുവൻ കഴിയുന്ന പല ആളുകളും നല്ല ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ, നല്ല ഡയറ്റീഷ്യൻ്റെ സഹായത്തോടെ അവരുടെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനുഭവങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് HNC പോലുള്ള ഒരു ആശുപത്രി ഒരു ഡയറ്റീഷ്യനെയും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയും സ്ഥിരമായി ആശുപത്രിയിൽ നിലനിർത്തുന്നു എന്ന് പറയുന്നതിന് ഈ ആശുപത്രി അഭിനന്ദനം അർഹിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ഇന്ന് പല ആശുപത്രികളിലും അതില്ല. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നമുക്കില്ല. ചടങ്ങിൽ ജനറൽ മെഡിസിൻ വിഭാഗം വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് ഷിൻ അധ്യക്ഷത വഹിച്ചു. HNC ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജാസ് മംഗലാട്ട് ചടങ്ങിൽ മുഖ്യ സാന്നിധ്യമായിരുന്നു. IT മിഷൻ ജില്ലാ പ്രൊജക്ട് ഓഫീസർ കപിൽ ദേവ് ചടങ്ങിൽ ആശംസ അറിയിച്ച് സംസാരിച്ചു. ഡോക്ടർ രജീഷ CH, ഡോക്ടർ നജ്മ പാലക്കി, ഡോക്ടർ തബ്രീസ്, ഡോക്ടർ ലുക്മാൻ, DT റുക്കിയത്ത് ഷബ്നം, PT നയനകുമാരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അഡ്മിനിസ്ട്രേറ്റർ രാഹുൽ മോഹൻ സ്വാഗതവും താജുദ്ദീൻ നന്ദിയും പറഞ്ഞു. ലക്ഷ്മിക്കുട്ടി, ശ്രീജ, റോസ്ലി, രഞ്ജിത്ത് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഷാർജ KMCC ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റി ഇൻ-ആജ് സൗജന്യ ഉംറ പദ്ധതിക്ക് തെരഞ്ഞെടുത്തവർക്കായി യാത്രയപ്പ് മഹാസംഗമം നടത്തി. ഷാർജ KMCC ഹാളിലായിരുന്നു ആദരവ്, ലീഡേഴ്സ് മീറ്റ്, പഠന ക്ലാസ് ഉൾപ്പെടെ യാത്രയപ്പ് മഹാസംഗമം സംഘടിപ്പിച്ചത്.
സംഗമം UAE KMCC ട്രഷറർ നിസാർ തളങ്കര ഉദ്ഘാടനം ചെയ്തു. KMCCയുടെ ഏറ്റവും ചെറിയ ഘടകമായ പഞ്ചായത്ത് കമ്മിറ്റി ആദ്യമായായിരിക്കും ഇത്തരമൊരു കാര്യം ചെയ്യുന്നതെന്ന് നിസാർ തളങ്കര പറഞ്ഞു. പ്രസിഡന്റ് MS ഷെരീഫ് പൈക്ക അധ്യക്ഷത വഹിച്ചു. ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച ഷാർജ KMCC ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റിയെ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ച NA നെല്ലിക്കുന്ന് MLA അഭിനന്ദിച്ചു. SKSSF സംസ്ഥാന പ്രസിഡന്റ് CA ഷാഫി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഷാർജ KMCC സംസ്ഥാന പ്രസിഡന്റ് ഹാഷിം നൂഞ്ഞേരി, ജില്ലാ പ്രസിഡന്റ് ഷാഫി തച്ചങ്ങാട്, ജനറൽ സെക്രട്ടറി ഹംസ മുക്കോട്, ട്രഷറർ സുബൈർ പള്ളിക്കാൽ, വൈസ് പ്രസിഡന്റുമാരായ ഷെരീഫ് പൈക്ക, സെക്രട്ടറി മുഹമ്മദ് മണിയനോടി, മണ്ഡലം പ്രസിഡന്റ് മെഹമ്മൂദ് എറിയാൻ, ട്രഷറർ ജലീൽ കടവത്ത്, സംസ്ഥാന വളണ്ടിയർ ക്യാപ്റ്റൻ ഹക്കീം കരുവാടി തുടങ്ങി നിരവധി നേതാക്കളും പ്രമുഖരും സംസാരിച്ചു. റാസ റൌഫ് കാസിയുടെ കിറാത്തോടെ ആരംഭിച്ച സംഗമത്തിന് ജില്ലാ വൈസ് പ്രസിഡന്റ് ബാദുഷാ പോവൽ പ്രാർത്ഥന നടത്തി. ജനറൽ സെക്രട്ടറി ജമാൽ കാസി സ്വാഗതവും ട്രഷറർ ഹാരിസ് ബേവിഞ്ച നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ശ്രീ പെരുതണ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം മാർച്ച് 1 മുതൽ ആരംഭിക്കും. 20 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 1 രാവിലെ 9:30 അനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭണ്ഡാരം പുറപ്പെടൽ കലവറ ഘോഷയാത്രയോടെ ഉത്സവത്തിന് തുടക്കം കുറിക്കും. മാർച്ച് 1 രാവിലെ 9:30 അനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭണ്ഡാരം പുറപ്പെടൽ നടക്കും. തുടർന്ന് കലവറ ഘോഷയാത്രയോടെ ഉത്സവത്തിന് തുടക്കം കുറിക്കും. മാർച്ച് 7 രാവിലെ ശ്രീ മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ തിരുമുടി നിവരൽ ചടങ്ങ് നടക്കും. പ്രസാദ വിതരണത്തോടെ മഹോത്സവം സമാപിക്കും. എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം നടക്കും. ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികൾ നടക്കും. ക്ഷേത്രത്തിൽ 20 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രത്തിൽ വാർഷികമായിട്ട് ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അതിന് പുറമെ മഹാ ഉത്സവമാണ് കളിയാട്ട മഹോത്സവം. സാധാരണയായി 12 വർഷത്തിന് ഒരിക്കൽ നടക്കുന്ന ഈ മഹോത്സവം 20 വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ 2004 നടന്ന മഹോത്സവം. ഇതിപ്പം അടുത്ത് വരുന്ന മാർച്ച് 1 മുതൽ 7 വരെ നടക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ, ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള എല്ലാ പ്രചരണ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെയർമാൻ സുരേഷ് കെ, പ്രസിഡന്റ് ഗോപാലകൃഷ്ണ മാസ്റ്റർ, നാരായണ മാസ്റ്റർ ദേലമ്പാടി, ഗണേഷ് പാറക്കട്ട, ശങ്കര ബെല്ലിഗെ, ഗണേഷ് അമൈ, ഹരീഷ് ഗോസാഡെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിരവധി മഹല്ലുകളുടെ ഖാസിയും സമസ്ത കേന്ദ്ര ഉപാധ്യക്ഷനുമായിരുന്ന ഷിറിയ M അലിക്കുഞ്ഞ് മുസ്ലിയാരുടെ 3ാമത് ഉറൂസ് മാർച്ച് 1 ആരംഭിക്കും. 3 ദിവസങ്ങളിലായി മതപ്രഭാഷണം, പ്രകീർത്തനം, ബുർദ മജ്ലിസ്, ജലാലിയ റാത്തീബ്, മഗ്ലറത്തുൽ ബദ്രിയ, ഖത്മുൽ ഖുർആൻ, മൗലിദ് തുടങ്ങിയ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മഖാമിൽ നടക്കുന്ന സിയാറത്തോടെയാണ് ഉറൂസ് പരിപാടികൾ തുടങ്ങുന്നത്. രാത്രി 7 മണിക്ക് ഉറൂസ് ഉദ്ഘാടനം സയ്യിദ് അലി തങ്ങൾ കുമ്പോൾ നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ശിഷ്യസംഗമം, വൈകിട്ട് 4 മണിക്ക് മഹ്ലറത്തുൽ ബദരിയ, രാത്രി 7 മണിക്ക് ജലാലിയ റാത്തീബ് എന്നിവ നടക്കും. ഉറൂസ് നിഹായ അബ്ദുറഹിമാൻ നിസാമിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് K സാറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഖത്മുൽ ഖുർആൻ, മൗലീദ്, തഹ്ലീൽ എന്നിവ നടക്കും. സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് ബദ്രു സദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ പുകാരി നേതൃത്വം വഹിക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 3 ദിവസങ്ങളിലായി മതപ്രഭാഷണം നടക്കും, പ്രകീർത്തനമുണ്ടാവും, ഉർദ ആസ്വാദനം, ജലാലിയ റാത്തീബ് തുടങ്ങിയ പരിപാടികളാണ് ഉറൂസിനോടനുബന്ധിച്ച് നടക്കുക. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർണാടകയുടെയും ഇതര സംസ്ഥാനങ്ങളുടെയും വിവിധ മഹല്ലുകളിൽ നിന്നും ആയിരങ്ങൾ 3 ദിവസത്തെ ഉറൂസ് പരിപാടിയിലേക്ക് എത്തിച്ചേരും. വെള്ളിയാഴ്ച വൈകിട്ട് 4 താവശ്ശേരിയ മക്കാമിൽ നടക്കുന്ന സിയാറത്തോടെയാണ് ഉറൂസ് പരിപാടി തുടങ്ങുന്നത്. സെയ്ദ് കുഞ്ഞിക്കോയത്തങ്ങൾ മുട്ടം നേതൃത്വം നൽകും. VS അബ്ദുള്ള കുഞ്ഞി ഫൈസി പതാക ഉയർത്തും. ഖതമുൽ ഖുർആൻ ആരംഭം MS തങ്ങൾ മദിനി നിർവഹിക്കും. സ്വലാത്തിന് സെയ്ദ് ഷഹീർ ബുഹാരി തങ്ങളാണ് നേതൃത്വം നൽകുക. വാർത്താ സമ്മേളനത്തിൽ സുലൈമാൻ സക്കാഫി ദേശാംകുളം, സുലൈമാൻ കരിവള്ളൂർ, ഹമീദ് മൗലവി ആലമ്പാടി, ഷാഫി സാദി ഷിറിയ, അൻവർ സക്കാഫി ഷിറിയ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്ന കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടു. ഹൊസ്ദുർഗ് സർവീസ് ബാങ്ക് 2 CCTV ക്യാമറകളും അനുബന്ധ സാമഗ്രികളും കർമ്മ പദ്ധതിയിലേക്കായി സമർപ്പിച്ചു. ബാങ്കിൽ നടത്തിയ ചടങ്ങ് സർക്കിൾ ഇൻസ്പെക്ടർ MP ആസാദ് ഉദ്ഘാടനം ചെയ്തു. ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി 100ഓളം CCTV ക്യാമറകൾ സ്ഥാപിക്കുന്ന കർമ്മ പദ്ധതിക്ക് തുടക്കമായി. ഹൊസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് 2 CCTV ക്യാമറകളും അനുബന്ധ സാമഗ്രികളും കർമ്മ പദ്ധതിയിലേക്കായി സമർപ്പിച്ചു. ബാങ്കിൽ നടത്തിയ ചടങ്ങ് ഹൊസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ MP ആസാദ് ഉദ്ഘാടനം ചെയ്തു. എന്റെ പോലീസ് സ്റ്റേഷനിൽ 100 ക്യാമറ ടൗണിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ 100 ക്യാമറയെ ഒരു കേബിൾ കൂടി നമ്മുടെ സാധാ വീട്ടിൽ എടുക്കുന്ന കേബിളിന് 12 ലെയർ ഉണ്ട്. അതിനകത്തൊരു അവർ 2-3 ലെയറുകളെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലെയറിന് കണക്ട് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യും. പോലീസ് സ്റ്റേഷനകത്ത് 100 ക്യാമറയുടെ ഡിസ്പ്ലേ സ്റ്റേഷനകത്ത് ഇരുന്നു കൊണ്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു സംവിധാനം നമ്മൾ നടപ്പിലാക്കിയ ഒരു സ്റ്റേഷനാണ് ഞാൻ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഇരുന്ന കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലും ഇതേപോലെ 60ഓളം ക്യാമറകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇപ്പം ഹൊസ്ദുർഗിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാമറ സംവിധാനം ഇവിടെ ഇല്ലാത്തൊരു സംവിധാനത്തെ പറ്റി ഞാൻ ചർച്ച ചെയ്യുമ്പോഴാണ് പ്രവീണിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും ഇവിടെ ഒരു 3 ക്യാമറയാണ് ഇപ്പം നമുക്ക് 2 ക്യാമറ അലോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മോണിറ്റർ നമ്മൾ പോലീസ് സ്റ്റേഷനായിട്ടല്ല കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ട്രഷറിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ 2-3 റെസിഡൻഷ്യൽ അസോസിയേഷനിലെ ആൾക്കാർ എന്നെ കാണാൻ വന്നപ്പോൾ അവരോട് ഞാനിങ്ങനെ ഒരു സംഭവം സൂചിപ്പിക്കും. അപ്പോൾ അവർ ഒരു ക്യാമറ സ്ഥാപിക്കാനുള്ളൊരു താല്പര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ കൂടി കൂട്ടിയിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ അധ്യക്ഷത വഹിച്ചു. ബാങ്കിന്റെ കൺകറന്റ് ഓഡിറ്ററായ കണ്ണൻ S, നിലവിലെ ഡയറക്ടർമാരായ NK രത്നാകരൻ, VV സുധാകരൻ, T കുഞ്ഞികൃഷ്ണൻ, K ഭാസ്കരൻ, VV മോഹനൻ, അബ്ദുൽ കരീം, അബ്ദുൽ ഗഫൂർ, V സരോജ, NK അനീസ, സുബൈദ പടനക്കാട്, ബാങ്ക് മുൻ ഡയറക്ടർമാരായ അഹമ്മദ് EKK, വിജയലക്ഷ്മി KC, സ്റ്റാഫ് കൌൺസിൽ പ്രസിഡന്റായ പാടിയിൽ ബാബു എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി നസീമ KP സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് ഹംസ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. MIC അലുമിനി മീറ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റ് ഫെസ്റ്റിന്റെ താരലേലം നടന്നു. അൽഫല ഗ്രൂപ്പ് ചെയർമാൻ മജീദ് പണ്ടിച്ചാൽ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 27 നടക്കുന്ന MIC ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ പ്രചരണാർത്ഥമാണ് ക്രിക്കറ്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. 5 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ക്രിക്കറ്റ് ഫെസ്റ്റ് മാർച്ച് 4 നടക്കും. ക്രിക്കറ്റ് ഫെസ്റ്റിന്റെ താരലേലം അൽഫല ഗ്രൂപ്പ് ചെയർമാൻ മജീദ് പണ്ടിച്ചാൽ ഉദ്ഘാടനം ചെയ്തു. നിസാർ തായൽ അധ്യക്ഷത വഹിച്ചു. അബ്ബാസ് ചെർക്കള, ജുനൈദ് റഹ്മാൻ, റിഷാദ് കൊവ്വൽ, ഹംസത്ത് അലി, ഹസൻ TD, ജവാദ് വടക്കേക്കര, ഷെഫീഖ് നാലപ്പാട്, ഷെഫീൽ ചൂരി, ബാത്തിഷ എന്നിവർ സംസാരിച്ചു. മൂസ ബാസിദ് സ്വാഗതവും ഷുഹൈൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രസിദ്ധമായ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം ആറാട്ടുത്സവത്തിന് കൊടിയേറി. ഉച്ചിലത്ത് KU പത്മനാഭതന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് ചടങ്ങ് നടത്തിയത്. മാർച്ച് 6 ആറാട്ടെഴുന്നള്ളത്ത് നടക്കും. പരശുരാമ സൃഷ്ടിയായ കേരള ഭൂമിയിൽ വടക്ക് ഗോകർണം ക്ഷേത്രം വിട്ടാൽ കടലിന് അഭിമുഖമായി പരമശിവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം. കുംഭമാസത്തിലെ ആറാട്ടുത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. കുംഭമാസത്തിലെ പഞ്ചമി നാളിലാണ് ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തിന്റെ കൊടിയേറ്റ് ചടങ്ങ് നടത്തിയത്. വിവിധ താന്ത്രിക വിശേഷാൽ പൂജകളോടെയാണ് ആഘോഷത്തിന് തുടക്കമായത്. തുടർന്ന് കീഴൂർ ചന്ദ്രഗിരി ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് പുറപ്പെട്ടു. നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തർ എഴുന്നള്ളത്തിന്റെ ഭാഗമായി. തുടർന്ന് ഉച്ചില്ലത്ത് KU പത്മനാഭതന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ആറാട്ടുത്സവത്തിന് കൊടിയേറി. മാർച്ച് 1 രാവിലെ 11:30 നവകാഭിഷേകം, രാത്രി 7:30 ശ്രീഭൂതബലി, 2 രാത്രി അഷ്ടാവധാന പൂജ ശ്രീവേലി, 3 അഷ്ടമി വിളക്കുത്സവം, ഉച്ചയ്ക്ക് 12:30 ചന്ദ്രഗിരി അക്ഷരശ്ലോക സദസ്സിന്റെ അക്ഷരശ്ലോകം, രാത്രി തിടമ്പ് നൃത്തം,
അഷ്ടമി വിളക്ക് നാളിൽ രാവിലെ ശ്രീഭൂതബലി സമയത്ത് ബേക്കലം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തും രാത്രി 10:45 തിടമ്പു നൃത്ത സമയത്ത് കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തും രാത്രി 10:45 തിടമ്പു നൃത്ത സമയത്ത് കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തും ക്ഷേത്രനടയിലെത്തും. 5 പള്ളിവേട്ട. ഉത്സവനാളിൽ 10:30 നാഗപൂജ, വൈകുന്നേരം തായമ്പക, രാത്രി 7 കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്ര സംഘത്തിന്റെ കോൽക്കളി, ഭജന, രാത്രി 8:30 പള്ളിവേട്ട എഴുന്നള്ളത്ത്, നാഗത്തറ പൂജ, ദർശനബലി, രാത്രി 8:30 പള്ളിവേട്ട എഴുന്നള്ളത്ത്, നാഗത്തറ പൂജ, ദർശനബലി, 6 വൈകിട്ട് 4 ആറാട്ടെഴുന്നള്ളത്ത് ആറാട്ടുകടവിലേക്ക് പുറപ്പെടും. രാത്രി ഭജനയുമുണ്ടാകും. ആറാട്ടെഴുന്നള്ളത്ത് തിരിച്ചെത്തിയ ശേഷം തിടമ്പു നൃത്തം, തുടർന്ന് ഉത്സവം കൊടിയിറങ്ങും. 7 വൈകിട്ട് 4:30 ചന്ദ്രഗിരി ശാസ്താ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് പുറപ്പെടും. രാത്രി തെയ്യം കൂടൽ. ശിവരാത്രി ദിവസമായ 8 രാവിലെ 11 മണിക്ക് മൂവാളംകുഴി ചാമുണ്ടി തെയ്യം, വൈകുന്നേരം 6:30 ഉമാമഹേശ്വര പൂജ, യാമപൂജ, തിടമ്പു നൃത്തം എന്നിവയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ചൂരിയിലെ മദ്രസ അധ്യാപകൻ റിയാസ് മൗലവിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് മാർച്ച് 7 മാറ്റി. ജഡ്ജിന്റെ അസൗകര്യം മൂലമാണ് തീയതി മാറ്റിയത്. എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം 1ാം ഘട്ടം നാടിന് സമർപ്പിച്ചു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 1 വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് പൊതുപരീക്ഷകൾക്ക് തുടക്കമാകും. 1ഉം 2ഉം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 1 ആരംഭിച്ച് 26 അവസാനിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പകർപ്പെടുത്തതിൽ അഴിമതി നടന്നതായി ആരോപണം. മധൂർ പഞ്ചായത്തിൽ വിജിലൻസ് പരിശോധന. തൃക്കരിപ്പൂർ ഒളിയൻകടവ് ഗ്രാമത്തിൽ 40 പ്രൈമറി വിദ്യാർത്ഥികൾ ഓക്കിനോവോ ഷോട്ടോക്കാൻ കരാട്ടെ യെല്ലോ ബെൽറ്റ് നേടി. കളർ ബെൽറ്റ് ടെസ്റ്റ് ഒളവറ മുണ്ടിക്കാവ് നടന്നു. സംസ്ഥാനത്തെ ഇറച്ചിക്കോഴി വില കുത്തനെ കൂടി. 1 മാസം കൊണ്ട് കിലോയ്ക്ക് 50 രൂപയിലധികമാണ് വർദ്ധിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.